എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിൻ്റെ ഒരു വലിയ കൃപയും അനുഗ്രഹവും ഒക്കെ ഇന്നത്തെ ദിവസം കർത്താവ് നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട്. കഴിഞ്ഞ ലാസ്റ്റ് 3 ദിവസം നടന്ന ഈ ഒരു ക്ലാസ്സിൽ എങ്ങനെയൊക്കെയാണ് ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തീർന്നിരിക്കുന്നത്, ഇത് എത്രത്തോളമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്, നിങ്ങളെ ചലിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ അറിയാനായിട്ട് എനിക്ക് വലിയ താല്പര്യമുണ്ട്. ഒരിക്കൽ കൂടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങളും നന്മകളൊക്കെ കർത്താവ് പകരട്ടെ. വേഗത്തിൽ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ പോവുകയാണ്. ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2nd ചാപ്റ്ററിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. 2ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. 2ാമത്തെ അധ്യായം എന്ന് പറയുമ്പോൾ വളരെ എന്താ പറയുക, പ്രത്യേകതകളുള്ള ഒരു അധ്യായമാണ്. ശരിക്കും പറഞ്ഞാൽ എസ്തേറിൻ്റെ പുസ്തകത്തിൻ്റെ ഗതി മാറ്റിയ, അല്ലെങ്കിൽ എന്താ പറയുക, എസ്തേറിൻ്റെ പുസ്തകത്തിൻ്റെ എന്താ പറയുക, ആ ഒരു അതിൻ്റെ ഒരു ഇതിവൃത്തമായി നിൽക്കുന്നതിൻ്റെ ഒരു കാമ്പ്, അതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് കൃത്യമായി നടപ്പാക്കപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ പ്ലാനുകൾ തുടങ്ങിയിട്ടുള്ള ഒരു ചാപ്റ്റർ എന്ന് വേണമെങ്കിൽ ഈ 2ാം അധ്യായത്തെക്കുറിച്ച് നമുക്ക് പറയാനായിട്ട് പറ്റും. ഐ എം വെരി സോറി, 3ാമത്തെ അധ്യായം, വെരി സോറി, ഞാൻ 2 എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. 3ാമത്തെ അധ്യായത്തെക്കുറിച്ചാണ്. ഐ എം വെരി സോറി. ഈ 3ാമത്തെ അധ്യായത്തിൻ്റെ ഈ പ്ലാനുകൾ എന്ന് പറയുന്നത്, ഇടയ്ക്ക് ഞാൻ 2ാം അധ്യായം എന്ന് പറഞ്ഞു, തെറ്റിപ്പോയി എനിക്ക്. 3ാം അധ്യായത്തിൻ്റെ ഈ പ്ലാനുകൾ എന്ന് പറയുന്നത് മൊത്തത്തിൽ ഇതിനകത്തെ ഒരു പ്ലാൻ, സാത്താൻ്റെ ഒരു പദ്ധതി, പക്ഷേ ആ പദ്ധതിയെ ദൈവത്തിൻ്റെ പ്രവൃത്തികളിലേക്ക് കൊണ്ടുവന്നത് എ പ്ലാൻ ഫോർ evil but a setup for victory. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. എ പ്ലാൻ ഫോർ evil but a setup for victory. അതാണ് ഈ അധ്യായത്തിൽ മൊത്തത്തിൽ കാണാൻ പറ്റുന്നത്. സാത്താൻ്റെ ഒരു പദ്ധതി, പക്ഷേ ദൈവ മക്കളുടെ ജയത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു സെറ്റപ്പ്. അതിൻ്റെ കറക്റ്റ് മലയാളം എന്താണെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പിശാച് ഒരുക്കിയ പദ്ധതി, പക്ഷേ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയ ഒരു സെറ്റപ്പാണ്. ആകെ ഭയങ്കര സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ പറയില്ലേ. അപ്പം ഈ അധ്യായത്തിൽ ഞാൻ അതുപോലെ തന്നെ ഹാമാനെ കൃത്യമായിട്ടിങ്ങനെ ഓരോന്നും എടുത്ത് പഠിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി, ഈ ഹാമാൻ്റെ പതനം ഒഴിച്ചിട്ടുള്ള മിക്കവാറും അവൻ്റെ എല്ലാ സ്വഭാവങ്ങളും രീതികളും ഈ മൂന്നാം അധ്യായത്തിൽ അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്തു, അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല, ശരിക്കും ഇത് മൊത്തത്തിൽ പഠിച്ച് ഹാമാൻ എന്താണ് എന്നുള്ളത് പറഞ്ഞാൽ മതിയല്ലോ എന്ന് ഞാൻ ഓർത്തു. ഈ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അറ്റാക്കുകൾ, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്കെതിരെയുള്ള ചില പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കാറുണ്ട് അല്ലേ. ജീവിതത്തിൽ പലപ്പോഴും അത്തരത്തിലുള്ള പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത ചില പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കാറുണ്ട്. ഇവിടെ ഇതുപോലെ തന്നെയാണ്. ഒരു യഹൂദ പെൺകുട്ടി രാജ്ഞിയായി തീരുന്നു. അതിൻ്റെ പിന്നാലെ പെട്ടെന്ന് കേൾക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവർക്കെതിരെ വരുന്ന ഒരു വലിയ പ്രശ്നം. അത് ഹാമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലൂടെ തൻ്റെ മക്കൾക്ക്, സ്വന്തം ജനത്തിന്, ദൈവത്തിൻ്റെ സ്വന്തം ജനങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു 3ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ സാത്താനെയും നമ്മളെയും വെച്ചുകൊണ്ടുള്ള ചില പഠനങ്ങൾക്ക് വളരെയധികം സാധ്യതകളുണ്ട്. അപ്പോൾ തന്നെ എസ്തേറിൻ്റെ ഈ 3ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എന്താ പറയുക, no enemy's plan can succeed, but only God's plan will succeed, or God is in control. ഒരിക്കലും പിശാചിൻ്റെ പ്ലാനുകൾ വിജയിക്കുകയില്ല, മറിച്ച് ദൈവത്തിൻ്റെ പ്ലാനുകൾ മാത്രമേ വിജയിക്കുകയുള്ളൂ. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ നിയന്ത്രണത്തിന് കീഴിലായിരിക്കും സകല കാര്യങ്ങളും എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു അധ്യായമാണ് 3ാമത്തെ അധ്യായം എന്നുള്ളത്. എല്ലാവരും ബൈബിൾ ഒരു ഭാഗത്ത് തുറന്നിട്ടുണ്ട്. 3ാമത്തെ അധ്യായത്തിലേക്ക് വരാം. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ദ റൈസ് ഓഫ് ദി എനിമി, ശത്രുവിൻ്റെ എഴുതി വെക്കുക. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ശത്രുവിൻ്റെ എഴുന്നേൽപ്പ്. എസ്തേറിൻ്റെ പുസ്തകം ഈ 3ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വചനങ്ങളിലേക്ക് വരുമ്പോഴാണ് ശത്രുവിൻ്റെ എഴുന്നേൽപ്പ്. അതിൻ്റെ 2ാമത്തെ ഭാഗം ദ എനിമീസ് പ്ലാൻസ് ഫോർ ഡിസ്ട്രക്ഷൻ, നശീകരണത്തിന് വേണ്ടിയുള്ള ശത്രുവിൻ്റെ പദ്ധതികൾ. ദ എനിമീസ് പ്ലാൻ ഫോർ ഡിസ്ട്രക്ഷൻ, നശീകരണത്തിന് വേണ്ടിയിട്ടുള്ള ശത്രുവിൻ്റെ പദ്ധതികൾ. അത് കാണുന്നത് 6 മുതൽ 11 വരെയുള്ള വചനങ്ങളിലാണ്.
ആ സമയത്ത് മോശ വന്നിട്ട് ഇസ്രായേൽ മക്കളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതെ, നിങ്ങളെല്ലാവരും കൂടി ഇപ്പോൾ യുദ്ധത്തിന് പോകണം, കാരണം ഞാൻ വടിയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു മലയുടെ മുകളിൽ കയറി നിൽക്കും. അപ്പോൾ ആ കുന്നിൻ മുകളിൽ കയറി നിൽക്കും, പക്ഷെ നിങ്ങൾ താഴെ അമാലേക്കരോട് നിങ്ങൾ യുദ്ധം നടത്തണമെന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ മോശ മലയുടെ മുകളിൽ അല്ലെങ്കിൽ കുന്നിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി. അഹരോനും ഹൂരും ആ കൂട്ടത്തിൽ കുന്നിൻ്റെ മുകളിലേക്ക് അവരും കയറിപ്പോയി. അങ്ങനെ അവരവിടെ ഇങ്ങനെ കയറി നിൽക്കുന്ന സമയത്ത് താഴ്വാരത്ത് യുദ്ധം നടക്കുക. അപ്പോൾ മോശയുടെ കൈ വേദനിച്ചു. ആ സമയത്ത് അഹരോനും ഹൂരും ഒരു കല്ലൊക്കെ എടുത്ത് വെച്ച് മോശ ഇരുത്തി അവർ രണ്ടുപേരുടെ കൈയൊക്കെ ഉയർത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താ പറയുക, സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഇങ്ങനെ മോശയുടെ കൈ ഉയർന്ന് തന്നെ നിന്നു. അങ്ങനെ താഴെ യോശുവ അമാലേക്കിനെയും അവന്റെ ജനത്തെയും വാളിന്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു. അങ്ങനെയാണ് കാണുന്നത്. എന്നിട്ട് 14-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ, പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ, യഹോവ മോശയോട് നീ ഇത് ഓർമ്മയ്ക്കായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കുക. ഞാൻ അമാലേക്കിന്റെ ഓർമ്മ ആകാശത്തിന്റെ കീഴിൽ നിന്ന് അശേഷം മായ്ച്ചു കളയും എന്ന് കൽപ്പിച്ചു. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഐ വിൽ ബ്ലോട്ട് ഔട്ട് ഓർ വൈപ്പ് ഔട്ട് ദ നെയിം ഓഫ് അമലക്കൈറ്റ്സ്. അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അമാലേക്കരുടെ ഓർമ്മ മൊത്തം ഞാൻ ഇല്ലാതെയാക്കി കളയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞു മോശ അമാലേക്കിന്റെ ഓർമ്മ മുഴുവൻ ഇതാ മായ്ച്ചു കളയുന്ന പോലെ താഴ്വാരത്ത് യുദ്ധം നടക്കുന്നു. പിന്നെ മോശ ഒരു യാഗപീഠം പണിതു, അതിന് യഹോവ നിസി എന്ന് പേരിട്ടു. യഹോവയുടെ സിംഹാസനമാണ്. യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറയായി യുദ്ധമുണ്ട് എന്ന് മോശ അവിടെ പറയുകയാണ്. എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം? അതായത് ശൗലിനെ മുൻപ്, അനേക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മോശ നിന്നുകൊണ്ട് പറയുകയാണ് എന്ത്? അമാലേക്കിനോട് തലമുറയായിട്ട് യുദ്ധമുണ്ട്, അവരുടെ ഓർമ്മ പോലും ശേഷിപ്പിക്കരുത്. എന്നാൽ ശൗലിന്റെ കാലഘട്ടത്തിൽ വന്നപ്പോൾ ശമൂവേൽ പ്രവാചകനും പറയുന്നു അവരെ മൊത്തം നശിപ്പിക്കണം. പക്ഷേ അവിടെ ശൗൽ പരാജയപ്പെട്ടു. ഇതാ അമാലേക്യരുടെ രാജാവായ ആഗാഗിനെ അവിടെ പിടിച്ചു നിർത്തിയേക്കുക, അവിടെ സൂക്ഷിച്ച് നിർത്തിയേക്കുക, അവനെ ജീവനോടെ പിടിച്ചു വെച്ചേക്കുക. നോക്കൂ, ഈ മോശ ജയിച്ചെടുത്ത് ഇവിടെ ശൗല് തോറ്റു. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്, മോശ ജയിച്ചെടുത്ത് അല്ലെങ്കിൽ യോശുവ ജയിച്ചെടുത്ത് ഇവിടെ ശൗല് തോറ്റുപോയി. ദൈവം ഒരു കാര്യം വേണ്ടെന്ന് വെക്കാൻ പറഞ്ഞാൽ അതിന് മുന്നും പിന്നും നോക്കരുത്, അത് വേണ്ടെന്ന് വെച്ചോണം. അതിന് വേറെ 100,000 പോക്ക് വഴികളും മറ്റു കാര്യങ്ങളും ഒന്നും ചെയ്യരുത്. ഇവിടെ ശൗല് തോറ്റുപോയതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ശൗല് ജയിച്ചില്ല, ശൗല് തോറ്റുപോയി. എന്നാൽ വർഷങ്ങളായിട്ട് പിന്നീട് അങ്ങോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശൗൽ രാജാവിൻ്റെ കാലഘട്ടത്തിന് ശേഷം അടുത്ത രാജാവായിട്ടുള്ള ദാവീദ് വരുന്നു. ദാവീദിൻ്റെ മകനായിട്ടുള്ള സോളമൻ അടുത്തതായിട്ട് ഭരിക്കുന്നു, 3-ാമത്തെ രാജാവ്. സോളമന്റെ കാലശേഷം രാജ്യം രണ്ടായി തിരിയുന്നു. 2 രാജാക്കന്മാരിലേക്ക് യഹൂദ രാജ്യം, ഇസ്രായേൽ രാജ്യം എന്ന് പറഞ്ഞ് തിരിയുന്നു. ചില വർഷങ്ങൾക്ക് ശേഷം ആദ്യം ഇസ്രായേൽ രാജ്യം പ്രവാസത്തിലേക്ക് പോകുന്നു, അതിനുശേഷം യഹൂദ രാജ്യം പ്രവാസത്തിലേക്ക് പോകുന്നു. ഇവർ രണ്ടുപേരും ബാബിലോണിന്റെ അടിമത്തത്തിലാകുന്നു. അവിടെ നിന്ന് ഈ 2 കൂട്ടരും പേർഷ്യയുടെ അടിമത്തത്തിലായിട്ട് നിൽക്കുന്നു. ചരിത്രം വന്ന വഴി കണ്ടോ? ഇത്രയും വർഷങ്ങളുടെ കാലയളവിന് ശേഷം ഇതാ ഈ ആഗാഗിനെ തോൽപ്പിക്കാൻ, ഈ അമാലേക്കിന്റെ ഓർമ്മ ഇല്ലാതെയാക്കാൻ ഒരു പെൺകുട്ടി പേർഷ്യൻ രാജ്യത്ത് എഴുന്നേറ്റ് വരികയാണ്. അതാണ് എസ്തർ എന്ന് പറയുന്നത്. ഞാൻ ഈ പുരുഷന്മാർക്കൊന്നും എതിരായിട്ട് സംസാരിക്കുകയല്ല, പക്ഷെ ഞാൻ ഈ ഒരു വാക്ക് ഉപയോഗിക്കുകയാണ്. ഒരു പുരുഷൻ ചരിത്രത്തിൽ ഒരു പുരുഷൻ അത് സാധിച്ചു, മോശെ. പക്ഷെ അടുത്തൊരു പുരുഷൻ ചരിത്രത്തിൽ അവിടെ നിന്ന് തുടച്ചു നീക്കണം എന്നാവശ്യപ്പെട്ടിട്ട് അവൻ പരാജയമടഞ്ഞെടുത്ത് നൂറ്റാണ്ടുകൾക്ക് ശേഷം അതിനെ വീണ്ടും നോക്കൂ, ആ ഹാമാനെയും അവന്റെ തലമുറയും ആ ആഗാഗിനെയും അവന്റെ തലമുറയും കംപ്ലീറ്റ് നിലംപരിശാക്കി ഇല്ലാതെയാക്കി അതിൻ്റെ ഓർമ്മ ഇല്ലാതെയാക്കാൻ ഒരു സ്ത്രീയെ കർത്താവ് എഴുന്നേൽപ്പിച്ചു. സന്തോഷം തോന്നുന്ന എത്ര സഹോദരിമാരുണ്ട്. Saul was defeated before God's commandment. കർത്താവിൻ്റെ ആ ഒരു കൽപ്പനയുടെ മുൻപിൽ ശൗല് പരാജയപ്പെട്ടു. Now the history started with a woman whose name was Esther. എന്നിട്ട് എന്താ സംഭവിച്ചത്? അവിടെ ജയിക്കുകയാണ്. ഞാൻ ഇന്ന് നിങ്ങളെ നോക്കി പറയുകയാണ്, നിങ്ങൾ പല
ജനറേഷനിലായിട്ടുള്ള പല പ്രോബ്ലംസിൻ്റെയും പല പ്രശ്നത്തിൻ്റെയും ഉത്തരം നിങ്ങളാണ്. തലമുറയായി പല കുടുംബങ്ങളിലൂടെ മാറി മാറി വന്നിട്ടുള്ളൊരു പ്രശ്നം. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ പ്രശ്നമില്ലായിരിക്കും, നിങ്ങൾ കല്യാണം കഴിഞ്ഞ വീട്ടിൽ ചെന്നതിന് ശേഷമായിരിക്കും ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ കാണുന്നത്. അവർ പറയുന്നുണ്ടാവും തലമുറയായിട്ടുള്ള പ്രശ്നമാണ്. പക്ഷെ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാണ്, യു ആർ ദ ആൻസേഴ്സ് ഓഫ് ഓൾ ദീസ് കൈൻഡ് ഓഫ് ജനറേഷണൽ പ്രോബ്ലംസ്. ഞാൻ ഒരിക്കൽ കൂടെ വിളിച്ചു പറയുകയാണ്, ഇത്തരത്തിലുള്ള എല്ലാ പാരമ്പര്യമായ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കൊണ്ടുവരുവാനുള്ള ഒരു വ്യക്തി നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ ദേശത്തിനകത്ത് നിങ്ങളാണ്. ഹല്ലേലൂയ. എത്ര എസ്തർമാർ ഒരു ആമേനുറക്കെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു പക്ഷേ സം ഓഫ് ദ നെഗറ്റീവ് ബാഗേജസ് ആർ റൂട്ടഡ് ഇൻ അവർ ബാക്ക്ഗ്രൗണ്ട്. നമ്മുടെ പുറകിൽ നമ്മൾ ജനിക്കുന്നതിന് മുൻപേ റൂട്ടഡ് ആയിട്ടുള്ള നെഗറ്റീവ് ബാഗേജസ് ആയിരിക്കാം. പക്ഷെ ആ പ്രശ്നം തീർക്കാൻ ഈ കാലഘട്ടത്തിൽ കർത്താവ് നിന്നെ എഴുന്നേൽപ്പിച്ചിരിക്കുക, എസ്തറിനെ പോലെ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എനിക്കിത് പറയുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആവേശം ഇങ്ങനെ കയറി വരുന്നുണ്ട്. സോ യു ആർ ആൻ എനിമി ബ്രേക്കർ. ഹല്ലേലൂയ. നിങ്ങൾ തന്നെ നിങ്ങളെ നോക്കിയിട്ട് പറ, ശത്രുവിനെ തകർക്കാൻ വേണ്ടി ജനിച്ചതാണ് ഞാനെന്ന് പറ. ഹല്ലേലൂയ. അഭിമാനത്തോടെ പറ, ശത്രുവിനെ തകർക്കാൻ വേണ്ടി ജനിച്ചതാണ് ഞാൻ. ഹല്ലേലൂയ. അത് നിങ്ങളുടെ വീട്ടിലെ ശത്രുവിനെ ആയിരിക്കാം, നിങ്ങളുടെ തലമുറയുടെ മേൽ. കരഞ്ഞുകൊണ്ടിരിക്കരുത് ദൈവമക്കളെ, കരഞ്ഞുകൊണ്ടിരിക്കരുത്. എൻ്റെ പൊന്നു സഹോദരിമാരെ, കരഞ്ഞുകൊണ്ടിരിക്കരുത്. കരയാൻ നിങ്ങൾക്ക് തോന്നുന്ന ഒരു 100,000 സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ ആ സാഹചര്യങ്ങളിൽ ചിരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ സാധാരണ പറയുന്നൊരു വാക്ക്, എഗെയിൻ ഐ വോണ്ട് ടു സ്റ്റാർട്ട് ഇറ്റ് എഗെയിൻ. എന്താണ്? ബ്ലഷ് യുവർ എനിമി. നിങ്ങളുടെ ശത്രുവിനെ നാണിപ്പിക്കുക. നിങ്ങളുടെ ശത്രുവിനെ നാണിപ്പിക്കാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. പ്രശ്നത്തിൻ്റെ മുന്നിൽ അത് പോട്ടെ എന്ന് പറഞ്ഞ് പൊടി തട്ടിക്കളഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് അതിനെ ഫേസ് ചെയ്യുക. കരഞ്ഞുകൊണ്ട്, പരാതി പറഞ്ഞുകൊണ്ട്, പിറുപിറുത്തുകൊണ്ട് 10 പ്രാവശ്യം ക്യൂവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും ചിന്തിക്കും ഒരു ബലഹീനയായിട്ടുള്ളൊരു സ്ത്രീയാണ് നിങ്ങളെന്ന് ചിന്തിക്കും. പകരം പ്രശ്നം നടക്കുമ്പോൾ ഇതൊക്കെ ഞാൻ എത്ര പെട്ടെന്ന് പരിഹരിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഒന്നുകൂടെ ചിരിച്ച മുഖത്തോടെ നിങ്ങൾ നടക്കുകയാണെങ്കിൽ നമ്മുടെ കർത്താവ് ഇങ്ങനെ ചിന്തിക്കും, ഓ എൻ്റെ മോള് എന്ത് സൂപ്പറാന്ന് ചിന്തിക്കും. നിങ്ങൾക്ക് 4 മക്കളുണ്ടെങ്കിൽ അതിലൊരു മോനോ മോളോ എപ്പോഴും സ്ട്രോങ് ആണ്. എന്ത് നിങ്ങൾ പറഞ്ഞാലും, പ്രയാസങ്ങൾ വീട്ടിൽ വന്നാലും, പ്രതികൂലങ്ങൾ വന്നാലും എല്ലാം ഓക്കെ മമ്മ കുഴപ്പമില്ല, ഓക്കെ ഡാഡി പപ്പ അപ്പ കുഴപ്പമില്ല, നമുക്കത് മാനേജ് ചെയ്യാം, ഇത് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മോളാണോ, ചെറിയൊരു കാര്യത്തിലുള്ള എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മോളെയാണോ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് കാണുന്നേ? നിങ്ങളുടെ കർത്താവിന് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനം തോന്നണം. എസ്റ്റേഴ്സ്, യു ആർ റേസ്ഡ് ടു എന്താ പറയുക, ബ്രേക്ക് ദ എനിമീസ്. ശത്രുക്കളെ മുഴുവൻ തുരത്തുവാൻ വേണ്ടിയിട്ടാണ് എസ്തേർമാരെ ദൈവം നിങ്ങളെ ഈ കാലഘട്ടത്തിൽ എഴുന്നേൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ചേർന്ന് ഉറക്കിയൊരു ഹാലലുയ പറഞ്ഞേ ഇരിക്കുന്ന സ്ഥലത്ത്. അകത്തുനിന്ന് ഒരു ഹാലലുയ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ഹാലലുയ ഇങ്ങനെ പറയുമ്പോഴത്തേനും ഞാൻ വിശ്വസിക്കുന്നു ആ നിരാശയുടെ ആ പുതപ്പൊക്കെ അങ്ങ് മാറിയിട്ട് എന്താ പറയുക, ഒരു പ്രത്യാശയുടെ ആത്മാവിനാൽ കർത്താവ് നിങ്ങളെ നിറയ്ക്കുകയാണ്. സോ നമ്പർ 2, രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഈ ഒരു ഭാഗത്ത് എന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ മെയിൻ പോയിന്റ്, ദ റൈസ് ഓഫ് ദി എനിമി. അതിനകത്ത് ഇൻട്രൊഡക്ഷൻ ടു ഹാമാനാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹാമാൻ എന്ന് പറഞ്ഞാൽ ഒരു ആഗാഗ്യനാണ്. ആഗാഗ്യൻ എന്ന് പറയാൻ കാരണം ആഗാഗ് രാജാവിൻ്റെ പിന്തുടർച്ചക്കാരനായതുകൊണ്ടാണ്. ആരാണ് ആഗാഗ്യൻ? അമാലേക്കൻ എന്ന് പറയുന്ന, അമാലേക്ക് എന്ന് പറയുന്ന ഒരു വംശമാണ് ആഗാഗ്യൻ എന്ന് പറയുന്നത്. ദൈവത്തിന് ആദ്യം മുതലേ അവരുടെ ഓർമ്മയിരിക്കാൻ ഇഷ്ടമില്ലായിരുന്നു. ശൗൽ അത് ചെയ്തില്ല. പകരം ആ ആഗാഗിനെ തകർക്കുവാൻ വേണ്ടി ദൈവം ആ നൂറ്റാണ്ടിൽ അനേക കാലങ്ങൾക്ക് ശേഷം അതിൻ്റെ ഓർമ്മ ഇല്ലാതെ ആക്കാൻ മോശയ്ക്ക് ശേഷം ഒരു സ്ത്രീയെ എഴുന്നേൽപ്പിച്ചു. അതാണ് എസ്തർ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അടുത്തത് വേഴ്സ് നമ്പർ 2. അതിൽ വരുമ്പോൾ മൊർദെഖായിസ് റിഫ്യൂസൽ ടു ബൗ.
2-ാമത്തെ വചനം, മൊർദെഖായിയുടെ എന്താ പറയുക, വണങ്ങുവാനുള്ള തിരസ്കരണം അല്ലെങ്കിൽ വണങ്ങാതിരിക്കുന്ന കാര്യം. മൊർദെഖായിയുടെ വണങ്ങുന്നതിലുള്ള തിരസ്കരണം. വേഴ്സ് നമ്പർ 2, 2-ാമത്തെ വചനം. അവിടെ പറയുന്ന, രാജാവിൻ്റെ വാതിൽക്കലെ രാജഭൃത്യന്മാരൊക്കെയും ഹാമാനെ കുമ്പിട്ട് നമസ്കരിച്ചു. കാരണം ഈ 3-ാം അധ്യായത്തിലെ 1-ാമത്തെ വചനം ഞാൻ ഒരു കാര്യം അതിനകത്ത് വിട്ടുപോയി. അവിടെ പറഞ്ഞിട്ടുണ്ട്, ഹാമാന് കയറ്റവും ഉന്നത പദവിയും കൊടുത്തു, അവൻ്റെ ഇരിപ്പിടം തന്നോടുകൂടി ഇരിക്കുന്ന സകല പ്രഭുക്കന്മാരുടെയും ഇരിപ്പിടങ്ങൾക്ക് മേലായിട്ട് വെച്ചു എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ പറയാൻ മറന്നു. സോ ഹാമാൻ ഈസ് പ്രൊമോട്ടഡ് എബവ് ഓൾ അതർ ഒഫീഷ്യൽസ്. 1-ാമത്തെ വചനം, എല്ലാവരുടെ മുകളിൽ അവൻ ആ പ്രൊമോട്ടഡായി. ആൻഡ് ഇവിടെ എന്താണ്, എല്ലാവരുടെ മുകളിൽ, അതായത് ഈ വസ്തിരാജ്ഞിയെ കളയാൻ പറഞ്ഞ ആളുകളും ഉപദേശിച്ചു കൊടുത്ത ആളുകളും, അല്ലെങ്കിൽ ഇനി ഒരു രാജാവിന് ബോധിച്ച ഒരു പെൺകുട്ടിയെ തെരഞ്ഞെടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് എല്ലാം കൂടി ആലോചന നടത്തിയിട്ടുള്ള ആ അഡ്വൈസേഴ്സും ഇവരുടെ എല്ലാത്തിൻ്റെയും, അത്രയും നാൾ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ഈ എല്ലാ ഏമാന്മാരുടെയും മുകളിലേക്ക് ആരെ കയറ്റിയിരുത്തി? ഹാമാനെ കയറ്റിയിരുത്തി. എന്നാൽ 2-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ എല്ലാ ആളുകളും അവിടെ ഹാമാനെ വണങ്ങുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. രാജാവ് അവനെ സംബന്ധിച്ച് അങ്ങനെ ഒരു കൽപ്പനയും കൊടുത്തിട്ടുണ്ടായിരുന്നു, എല്ലാ ഒഫീഷ്യൽസും അവനെ വണങ്ങണമെന്ന്. എങ്കിലും മൊർദെഖായി അവനെ കുമ്പിട്ടുമില്ല, നമസ്കരിച്ചുമില്ല. അതാണ് മൊർദെഖായിസ് റിഫ്യൂസൽ ടു ബൗ എന്ന് ഞാൻ പറഞ്ഞത്. വണങ്ങുന്നതിലുള്ള മൊർദെഖായിയുടെ മടി എന്ന് പറയുന്നേക്കാൾ തിരസ്കരണം എന്ന് പറയുന്നതാണ് നല്ലത്. സോ ഇവിടെ രാജാവ്, ആ പേർഷ്യൻ കിങ് കമാൻഡഡ് ദാറ്റ് ഓൾ ദ പീപ്പിൾ ഷുഡ് ബൗ ടു ഹാമാൻ. ഹാമാനെ നമസ്കരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു ഇറ്റ്സ് സൈൻ ഓഫ് ഓണർ ആൻഡ് ലോയൽറ്റി, ഓർ എന്താ പറയുക, ആ ഒരു ഉയർന്ന ഒരു ബഹുമാനം ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തത്. എന്നാൽ മൊർദെഖായി ഇത് റിഫ്യൂസ് ചെയ്തു, അങ്ങനെ വണങ്ങിയില്ല. എന്തുകൊണ്ടായിരിക്കും മൊർദെഖായി അങ്ങനെ വണങ്ങാതിരുന്നത്? നമ്പർ 1, ഹിസ് ജൂയിഷ് ഫെയ്ത്ത് ഫോർബെയ്ഡ് ഐഡലാട്രി. യഹൂദന്മാരുടെ വിശ്വാസം എന്താണ്? അത് ഒരു വിഗ്രഹാരാധനയെ അത് അംഗീകരിക്കുന്നില്ല. നമ്മുടെ മനസ്സിലോട്ടൊക്കെ വിഗ്രഹാരാധന എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം വരുന്ന ഏതെങ്കിലും ഒരു രൂപം ഉണ്ടാക്കി വെച്ച് ആരാധിക്കുന്നതാണ്. എന്നാൽ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 5 വരെയുള്ള വചനങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്ന, അവിടെ ഒന്നിൻ്റെയും പ്രതിമയുണ്ടാക്കരുത്, യാതൊന്നിനെയും വണങ്ങരുത്, അങ്ങനെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പ്രതിമയുണ്ടാക്കരുത്, യാതൊന്നിനെയും വണങ്ങരുത്, ദൈവത്തെ പോലെ കണ്ട് യാതൊന്നിനെയും വണങ്ങരുത് എന്നവിടെ വ്യക്തമായിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്? അതാണ്, യു ഷാൽ നോട്ട് ബൗ ഡൗൺ ടു ദെം ഓർ വർഷിപ്പ് ദെം. അവരുടെ മുമ്പിൽ കുമ്പിടരുത്, അവരെ വണങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവനൊരു യഹൂദനായതുകൊണ്ട് യാതൊന്നും പറയുമ്പോൾ ഈ വിഗ്രഹം മാത്രമല്ല, വേറൊന്നിനെയും വണങ്ങില്ല. അതുകൊണ്ട് യഹൂദനായതുകൊണ്ട് അവനതിനെ വണങ്ങില്ല. അടുത്ത്, ഹാമാൻ എന്താണ്? ഒരു അമലക്കൈറ്റാണ്, ഒരു അമാലേക്യനാണ് എന്നുള്ളതും അവൻ ദൈവത്തിൻ്റെ ശത്രുവാണ് എന്നുള്ളതും വ്യക്തമായ കാഴ്ച ആർക്കുണ്ടായിരുന്നു? ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇദ്ദേഹം വണങ്ങാതിരുന്നത്. അതുമാത്രമല്ല, എന്താണ് ഈ വണങ്ങുക എന്ന് പറയുന്നത്, അത് എന്താ പറയുക, ഒരു റെസ്പെക്റ്റ് എന്നതിന് അപ്പുറമായിട്ട് അതൊരു ആക്ട് ഓഫ് സബ്മിഷൻ ആയിരിക്കും എന്ന് അദ്ദേഹം ചിന്തിച്ചു. അതായത് ഹി സോ ബോവിങ് ആസ് മോർ ദാൻ റെസ്പെക്റ്റ്, ബട്ട് ആൻ ആക്ട് ഓഫ് സബ്മിഷൻ. ഒരു ബഹുമാനം കൊടുക്കുന്നതിനപ്പുറം അവന് കീഴ്പ്പെട്ടു പോകുന്ന ഒരു പ്രവൃത്തിയായിരിക്കും അവനെ വണങ്ങുക എന്നുള്ളത് മൊർദെഖായി മനസ്സിലാക്കിയിട്ടാണ് മൊർദെഖായി എന്ത് ചെയ്തത്? അത് വണങ്ങാതെ ഇരുന്നത്. നമുക്ക് ഈ കാര്യത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഉദാഹരണമുണ്ട്. ദാനിയേലിന്റെ പുസ്തകത്തിലാണ് 3-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 18 വരെയുള്ള വചനങ്ങളിൽ ശദ്രക്, മേശക്, അബേദ്നെഗോ, ഞാൻ ഇന്നലെയാണെന്നൊന്നും അവരെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ അവർ 3 പേരും അവർ രാജാവിനെ വണങ്ങുന്ന കാര്യത്തിലെയും അതുപോലെ രാജാവ് നിർത്തിയിരിക്കുന്ന ബിംബത്തെ വണങ്ങുന്ന കാര്യത്തിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ അവിടെ പറയുന്നത്, ഞങ്ങളുടെ ദൈവം ഇത് ഞങ്ങൾ വണങ്ങത്തില്ല, ഞങ്ങളുടെ ദൈവം നിങ്ങൾ പറയുന്ന ഈ പ്രശ്നത്തിൽ നിന്ന് ഞങ്ങളെ വിടിവിക്കും. ഇനി വിടിവിച്ചില്ലെങ്കിലും ശരി, ബട്ട് ഈവൻ ഇഫ് ഹി ഡസ് നോട്ട്, അവൻ ഞങ്ങളെ വിടിവിച്ചില്ലെങ്കിലും ശരി, അവിടെ പറയുന്നുണ്ട്, വി വിൽ നോട്ട് സെർവ് യോർ
gods or worship the image of gold you have set up. നിങ്ങളുണ്ടാക്കിയ സ്വർണ്ണബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. ഇതൊരു വളരെ പ്രത്യേകതയുള്ള കാര്യമാണ് ഈ കാര്യം. സോ അതുകൊണ്ടാണ് ഇവിടെ മൊർദെഖായി അവിടെ അദ്ദേഹത്തെ വണങ്ങാതിരുന്നത് എന്നാണ് കാണുന്നത്. ഇത് നമുക്ക് ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ചില കാര്യങ്ങളിൽ നാടോടുമ്പോൾ നടുവേ ഓടണ്ടേന്ന് ചില ആളുകളൊക്കെ പൊതുവെ പറയാറുണ്ട്. പക്ഷേ നാടോടുമ്പോൾ നടുവേ ഓടണം എന്നൊന്നുമില്ല. ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് മുട്ടുമടക്കാത്ത, തല കുനിക്കാത്ത ആളുകളായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. അതിനെക്കുറിച്ചാണ് ഈ എന്താ പറയുക, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ മഹാപീഡന കാലത്തിന് ശേഷമുള്ള ആ കാലഘട്ടത്തിലൊക്കെ ഇതുപോലെ കർത്താവിന് വേണ്ടിയിട്ട് എന്താ പറയുക, മറ്റൊന്നിനും അന്തിക്രിസ്തുവിന് വേണ്ടി മുട്ടുമടക്കാതെ നിൽക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന മാന്യതയെക്കുറിച്ചൊക്കെ ബൈബിൾ പറയുന്നുണ്ട്. സോ ദൈവരാജ്യത്തിന് വേണ്ടി മുട്ടുമടക്കാതെ നിൽക്കാൻ നമുക്ക് സാധിക്കണം. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയും? പ്രൈസ് ഗോഡ്. അടുത്തത് അതിൻ്റെ 3 മുതൽ 4 വരെയുള്ള വചനങ്ങളിലേക്ക് വരുമ്പോൾ പ്രഷർ ഓൺ മൊർദെഖായി, മൊർദെഖായിയുടെ മേലുള്ള സമ്മർദ്ദത്തെക്കുറിച്ചാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സമ്മർദ്ദം എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ പറയുക, മറ്റുള്ള മൊർദെഖായിയുടെ കൂടെയുള്ള ആളുകളും കൂടെ അത് സമ്മർദ്ദം ചെലുത്തുക. അപ്പോൾ രാജാവിൻ്റെ വാതിൽക്കലെ രാജഭൃത്യന്മാർ മൊർദെഖായിയോട് നീ രാജകൽപ്പന ലംഘിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. എന്നിട്ട് അവർ ഇങ്ങനെ ദിവസം പ്രതി അവനോട് പറഞ്ഞിട്ടും, അപ്പോൾ ഒരു ദിവസം അല്ല പറയുന്നത്, എങ്ങനെയാ? ദിവസം പ്രതി, ഡെയിലി 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ദിവസം പ്രതി അവനോട് പറഞ്ഞിട്ടും അവൻ അവരുടെ വാക്ക് കേൾക്കാതിരുന്നതിനാൽ മൊർദെഖായിയുടെ പെരുമാറ്റം നിലനിൽക്കുമോ എന്ന് കാണേണ്ടതിന് അവർ അത് ഹാമാനോട് അറിയിച്ചു. താൻ യഹൂദനെന്ന് അവൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആഹാ, അപ്പൊ കൂടെ നിന്ന കുറച്ച് ആളുകൾ എന്ത് ചെയ്തു? വേല വയ്ക്കുകയും കൂടി ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ. സോ അവരൊരു വലിയ പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുക. ആരുടെ മേൽ? മൊർദെഖായിയുടെ മേൽ. ഓക്കെ, സോ ഇവിടെ മൊർദെഖായിയുടെ ആ ഡിസൊബീഡിയൻസ് ഒരു വലിയൊരു അറ്റൻഷൻ അവിടെ കൊണ്ടുവന്നു. പക്ഷേ അവിടെ ഒരു വളരെ പ്രത്യേകതയുള്ളൊരു കാര്യം, അയാൾ എന്നിട്ടും ഹി വാസ് സ്റ്റാൻഡിങ് ഫേം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഫേമായിട്ട് അദ്ദേഹം നിൽക്കുകയായിരുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഞാനൊരു യഹൂദനാണ് എന്ന് പറയുന്നതിൽ അദ്ദേഹം ഒരു മടിയും കാണിച്ചില്ല. ഞാനിത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സഹോദരിമാരോടും പറയുക, നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ വീണ്ടെടുക്കപ്പെട്ട ഒരു വിശ്വാസിയാണ്, ഞാൻ യഥാർത്ഥ ക്രിസ്ത്യാനിയാണ് എന്ന് പറയാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്കുണ്ടോ? ഇവിടെ മൊർദെഖായിക്ക് ആ ചങ്കൂറ്റുണ്ടായിരുന്നു. And his faith and identity put him in direct opposition to Haman's authority. അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിശ്വാസവും ഞാൻ ആരാണെന്ന് പറയുന്ന ആ ഐഡന്റിറ്റിയും ഹാമാന് നേരിട്ട് അയാളോടൊരു ദേഷ്യം തോന്നി. ഓക്കെ, ഇനി അടുത്തത് ഇത് പറയുമ്പോഴത്തേനും ഹാമാന്റെ ജീവിതത്തിലേക്ക് ഒരു വലിയ ദേഷ്യം അവിടെ ഉണ്ടായി എന്ന് തന്നെയാണ് നമുക്കത് കാണാനായിട്ട് പറ്റുന്നത്. അത് 5-ാമത്തെ വചനത്തിലാണ് ആക്ച്വലി കിടക്കുന്നത്. മൊർദെഖായി തന്നെ കുമ്പിട്ട് നമസ്കരിക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഹാമാൻ കോപം കൊണ്ട് നിറഞ്ഞു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര ദേഷ്യമായി ഇയാൾക്ക്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ അധികാരസ്ഥൻ ആരാണ്? മൊർദെഖായിയാണ് അധികാരസ്ഥൻ. ഹാമാനാണ് അധികാരസ്ഥൻ. ഇവിടുത്തെ അധികാരസ്ഥൻ ഹാമാനാണ്. മൊർദെഖായിക്ക് ഹാമാനെ വെച്ച് നോക്കുമ്പോൾ യാതൊരു അധികാരവുമില്ല. പക്ഷെ അധികാരസ്ഥനായിട്ടുള്ള ഒരു വ്യക്തി ഇവിടെ വല്ലാത്ത കോപവും വല്ലാത്ത അരിശവും വല്ലാത്ത പകയും എല്ലാം തൻ്റെ ഹൃദയത്തിനകത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അധികാരത്തിലിരിക്കുന്ന വ്യക്തികൾക്കുള്ള ഒരു ചെറിയ സന്ദേശം ഇവിടെയുണ്ട്. പവർ വിതൗട്ട് ഹ്യൂമിലിറ്റി ലീഡ്സ് ടു ഡിസ്ട്രക്ഷൻ. താഴ്മയില്ലാത്ത നിങ്ങളുടെ അധികാരം നിങ്ങളെ നാശത്തിൽ കൊണ്ടെത്തിക്കും. നമ്മുടെ അധികാരം നമുക്കുള്ളപ്പോൾ തന്നെ നമുക്കൊരു താഴ്മ കൂടെ വേണം. ഒരു അമ്മ എന്ന നിലയിൽ നമ്മുടെ ഭവനത്തിനകത്ത് നമുക്ക് അധികാരമുണ്ട്. പക്ഷെ കുട്ടികളുടെ അടുത്തോട് സംസാരിക്കുമ്പോൾ എന്താ പറയുക, ഒരു താഴ്മയിൽ ആ അധികാരത്തെ കൈകാര്യം ചെയ്യാൻ നമുക്ക് പറ്റണം. നമുക്ക് വലിയ പ്രയാസമാണ്. എനിക്ക് വലിയ പ്രയാസമാണത്, നിങ്ങൾക്കും വലിയ പ്രയാസമായിരിക്കും അത്. അതുപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന ജോലിയിടങ്ങളിൽ
നമ്മുടെ കുടുംബത്തിൽ മറ്റ് നമ്മളെക്കാൾ മുതിർന്ന ആളുകൾ, ഇവിടെയൊക്കെ ആ താഴ്മയുടെ മനോഭാവത്തിൽ നിന്നുകൊണ്ട് അധികാര നിർവഹണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇമ്മിണി പ്രയാസമാണ് കാര്യം. അതിന് സദൃശവാക്യങ്ങൾ 16-ാം അധ്യായം 18-ാമത്തെ വചനം പറയുന്നു, പ്രൈഡ് ഗോസ് ബിഫോർ ഡിസ്ട്രക്ഷൻ, എ ഹോട്ടി സ്പിരിറ്റ് ബിഫോർ എ ഫോൾ. നാശത്തിന് മുൻപേ എന്താ പറയുക, ഉന്നത ഭാവം അല്ലേ, അല്ലെങ്കിൽ ഗർവം നിഗളിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. തകർന്നു പോകും, നമ്മൾ തകർന്നു പോകും. ഓക്കെ, സോ അതുകൊണ്ട് ഇവിടെ ഇദ്ദേഹം ഒരു ഓണർ ഡിമാൻഡ് ചെയ്യുകയാണ്. അധികാരത്തിലിരിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഓണർ വന്നാൽ വന്നു, ഓണർ കിട്ടിയില്ലേ പോട്ടെ, കിട്ടിയാൽ ഊട്ടി, കിട്ടിയില്ലേ ചട്ടിന്ന് നാട്ടുകാരിങ്ങനെ പറയുന്ന പോലെയാണ്. അധികാരത്തിലിരിക്കുമ്പോൾ 1% ആളുകൾ നിങ്ങളെ ഓണർ ചെയ്യത്തില്ല. അതതിൻ്റെ റിയാലിറ്റിയാണ്. 100% ആളുകളും ഓണർ ചെയ്യണം എന്ന് ചിന്തിച്ചാൽ നടക്കത്തില്ല. നിങ്ങൾക്ക് 5 മക്കളുണ്ടെങ്കിൽ 5 മക്കളും ഒരുപോലെ ഓണർ ചെയ്യത്തില്ല. ആ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാവരും, നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെ ഇടയിൽ എല്ലാവരും നിങ്ങളെ ബഹുമാനിക്കത്തില്ല. ഒരു ഗ്രൂപ്പ് നിങ്ങളെ ബഹുമാനിക്കാതെ മാറിയുണ്ടാവും. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എല്ലാവരും നിങ്ങളെ ബഹുമാനിക്കത്തില്ല. ചില ആളുകൾ നിങ്ങളെ ബഹുമാനിക്കാതെ മാറി നിൽക്കും. അത് ഒരിക്കലും അതിൻ്റെ പിറകെ പോകരുത്. മറിച്ച് ബാക്കി ബഹുമാനിക്കുന്ന എത്ര പേരുണ്ട്, അവരുടെ കാര്യം ഓർത്ത് സന്തോഷിച്ച് മുന്നോട്ട് പോവുക. അതാണ് പ്രധാനമായിട്ടും വേണ്ടത്. സോ ഇവിടെ നമ്മൾ കാണുന്ന ട്രൂ ലീഡേഴ്സ് സെർവ് റാദർ ദാൻ ഡിമാൻഡ് ഓണർ. യഥാർത്ഥ നേതാക്കൾ, യഥാർത്ഥ അധികാരത്തിൽ നിൽക്കുന്ന സഹോദരിമാർ, അവരൊരു എന്താ പറയുക, പിടിച്ചു വാങ്ങുന്ന ഒരു ഓണർ, പിടിച്ചു വാങ്ങുന്ന ഒരു ബഹുമാനത്തിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കില്ല. അങ്ങനെ അതിനുവേണ്ടി സെർവ് ചെയ്യുന്നവരായിരിക്കത്തില്ല. ഹല്ലേലൂയ. ഒരു വചനം കൂടി അവിടെ എഴുതി വയ്ക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 42 മുതൽ 44 വരെയുള്ള ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ അതോറിറ്റി എക്സസൈസ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്ന ഭാഗമുണ്ട്. സമയം അധികം ഇല്ലാത്തത് കൊണ്ട് ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, ദ സെക്കൻഡ് പാർട്ടിലേക്ക് വരികയാണ്. ഈ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട്, ദ എനിമീസ് പ്ലാൻ ഓഫ് ഡിസ്ട്രക്ഷൻ. 6 മുതൽ 11 വരെയുള്ള വചനഭാഗങ്ങളിലാണ് ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തെ കാര്യം, ഹാമാൻസ് ഹേറ്റ്രഡ് ടേൺസ് ഇൻ ടു ജെനോസൈഡ്. ഇപ്പോൾ ഹാമാൻ്റെ എന്താ പറയുക, ആ വൈരാഗ്യം മുഴുവൻ ഒരു സമൂഹത്തിലേക്ക് മാറ്റുകയാണ്. അതാണ് 6 മുതൽ 11 വരെയുള്ള വചനങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുന്നത്. അതിനകത്ത് 5 മുതൽ 6 വരെയുള്ള വചനങ്ങളിലാണ് ഈ ഹാമാൻ്റെ ഈ ദേഷ്യം, അതാ വൈരാഗ്യം, ഒരു സമൂഹത്തിലേക്ക്, ഒരു ജാതിയിലേക്ക് മാറുന്നത് കാണുന്നത്. ഈ മൊർദെഖായിയെ, ഇതിന് 5 മുതൽ 6 വരെയുള്ള വചനങ്ങളിലേക്ക് നോക്കുമ്പോൾ മൊർദെഖായിയാണ് തെറ്റ്, എന്താണ് വണങ്ങാതെ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ മൊർദെഖായിയാണ്. തന്നെ കുമ്പിട്ട് നമസ്കരിക്കുന്നില്ല, കോപം കൊണ്ട് നിറഞ്ഞു. എന്നാൽ 6ഉം 7ഉം വചനങ്ങളിലേക്ക് വരുമ്പോൾ, എന്നാൽ മൊർദെഖായിയെ മാത്രം കയ്യേറ്റം ചെയ്യുന്നത് അവന് പുച്ഛമായി തോന്നി. മൊർദെഖായിയുടെ ജാതി ഇന്നതാണെന്ന് അവൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു, അഹശ്വേരോശിന്റെ രാജ്യത്തെല്ലായിടത്തുമുള്ള എല്ലാ യഹൂദന്മാരെയും ഈ മൊർദെഖായിയുടെ പേരിൽ നശിപ്പിക്കാൻ അവനൊരു തീരുമാനമെടുത്തു. കേട്ടോ, അപ്പോൾ അവൻ്റെ ആ സ്ട്രാറ്റജി കണ്ടോ, ഹാമാൻ്റെ സ്ട്രാറ്റജി. ഒരു വ്യക്തിയാണ് പ്രശ്നം ഉണ്ടാക്കിയത്, പക്ഷെ നശിപ്പിക്കാൻ നിൽക്കുന്നത് ഒരു കുലത്തെ മൊത്തമാണ് നശിപ്പിക്കാൻ നിൽക്കുന്നത്. അങ്ങനെ അഹശ്വേരോശിന്റെ 12-ാം ആണ്ടിൽ നിസാൻ മാസമായ 1-ാം മാസത്തിൽ അവർ ആദാർ എന്ന് 12-ാം മാസം വരെയുള്ള ഓരോ ദിവസത്തെയും ഓരോ മാസത്തെയും കുറിച്ച് ഹാമാന്റെ മുന്നിൽ വെച്ച് പൂര് എന്ന് പറയുന്ന ഒരു ചീട്ടിട്ട് നോക്കി. ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഹാമാന്റെ പ്രൈഡ് ടേൺസ് ഇൻ ടു ഡീപ് ഹേറ്റ്രഡ് ഫോർ മൊർദെഖായി. പക്ഷെ അവിടെ കൊണ്ട് അത് നിന്നില്ല. അവിടെ നിന്ന് അതെന്ത് ചെയ്തു, മൊർദെഖായിയെ ടാർഗറ്റ് ചെയ്യുന്നതിന് പകരം ഹി ഡിസൈഡഡ് ടു എന്താണ്, എക്സ്റ്റെർമിനേറ്റ് ഓൾ ജ്യൂസ് ഫ്രം ദാറ്റ് പേർഷ്യൻ എന്താ പറയുക, ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന്, അല്ലെങ്കിൽ ആ പേർഷ്യൻ രാജ്യത്ത് നിന്ന് മുഴുവൻ യഹൂദന്മാരെയും ടെർമിനേറ്റ് ചെയ്യാൻ, അവരെ ഒഴിവാക്കി കളയാൻ, അവരുടെ
ഒന്നുമില്ലാതെയാക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ത്രൂ ഔട്ട് ദ ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പോൾ ഇതുപോലെ സാത്താൻ്റെ ഓപ്പോസിഷൻ നമുക്ക് പലപ്പോഴും ദൈവമക്കളെ മുഴുവൻ തുടച്ചു മാറ്റാനുള്ള സാത്താൻ്റെ ഈ എതിർ പ്രവർത്തനങ്ങളെ നമുക്ക് ഒത്തിരി ഭാഗങ്ങളിൽ പലയിടത്തും ചരിത്രത്തിലാണെങ്കിലും ബൈബിളിലാണെങ്കിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റാറുണ്ട്. ഓക്കെ, സാധാരണ രീതിയിൽ നമ്മൾ ഈ മൊർദെഖായി വണങ്ങിയില്ല എന്ന് പറയുമ്പോൾ നമ്മളോർക്കും നമുക്ക് അദ്ദേഹത്തിന് അങ്ങ് വണങ്ങിയാൽ മതിയായിരുന്നല്ലോ എന്ന് ഓർക്കും. ഇതുപോലെ ഒരിക്കലും യേശു കർത്താവിൻ്റെ അടുക്കലും സാത്താൻ വന്നു നിന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? നീ എന്നെ വണങ്ങി നമസ്കരിക്കുകയാണെങ്കിൽ ഈ കാണുന്ന മുഴുവൻ ഞാൻ നിനക്ക് തന്നേക്കാന്ന് പറഞ്ഞു. കർത്താവ് വണങ്ങിയോ? ഇല്ല. മനസ്സിലാവുണ്ടോ? കർത്താവ് വണങ്ങിയില്ല. അപ്പം ഈ വണങ്ങുക എന്ന് പറയുന്നതിൽ മറ്റു പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് മൊർദെഖായി ഇത് വണങ്ങാതിരുന്നത്. അത് ആർക്കാണ്? ഈ ഹാമാന് അത് വല്ലാത്ത ദേഷ്യമുണ്ടായി. സോ ഹിയർ ഹാമാൻ ഈസ് ദ ടൈപ്പ് ഓഫ് സേറ്റൻ ഓർ ഹാമാൻ ആസ് എ സിമ്പിൾ ഓഫ് ഈവിൾ. ഹാമാൻ എന്ന് പറയുന്ന വ്യക്തി എന്താ പറയുക, സാത്താൻ്റെ ഒരു പ്രതീകമാണ്. പഴയ നിയമത്തിലെ സാത്താൻ്റെ ഒരു നിഴലായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് ആര്? ഹാമാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈവിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ ദൈവം ഒരു ഭാഗത്ത് ന്യായത്തെയും എഴുന്നേൽപ്പിച്ചിരിക്കും. അതൊരിക്കലും നമ്മൾ മറക്കേണ്ട ഒരു കാര്യമല്ല. ഓക്കെ, അപ്പോൾ ദോസ് ഹു ഒപ്പോസ് ഗോഡ്സ് പീപ്പിൾ അൾട്ടിമേറ്റ്ലി ഫോൾ. നമ്മൾ കാണുന്ന എപ്പോഴും ഈവിൾ ഒരു സ്ഥലത്തുനിന്ന് എഴുന്നേറ്റ് വരും, തെറ്റായ കാര്യങ്ങൾ ഒരു വശത്തുനിന്ന് എഴുന്നേറ്റ് വരും. പക്ഷെ ദൈവം മറുവശത്തു നിന്ന് സത്യമായതിനെ, നീതിയായതിനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നുണ്ടായിരിക്കും. നമുക്കറിയാം, സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് നമുക്ക് ഹോളോകോസ്റ്റ് എന്ന പേരിൽ യഹൂദന്മാരെ മൊത്തം ഏതാണ്ട് 60 ലക്ഷത്തോളം വരുന്ന യഹൂദന്മാരെ കൊന്നുമുടി കളഞ്ഞ അഡോൾഫ് ഹിറ്റ്ലറിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ സംഘടനയായിട്ടുള്ള നാസിസം അല്ലെങ്കിൽ നാസിയെ കുറിച്ചും നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മളൊക്കെ ചെറുപ്പത്തിലെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ 60 ലക്ഷത്തോളം വരുന്ന യഹൂദന്മാരെ അവിടെ മുടിച്ചു കളഞ്ഞു, കൊന്നുകളഞ്ഞു. ഹോളോകോസ്റ്റ് നിങ്ങൾക്കറിയാം അല്ലെ? ഗ്യാസ് ചേംബറിനകത്തോട്ടൊക്കെ കയറ്റിയതിന് ശേഷം വിഷവാതകം അതിനകത്തോട്ട് ഇട്ടിട്ട് ഒരു ഉടുപ്പുമില്ലാതെ എല്ലാ തുണിയും അഴിച്ചു വിട്ടിട്ട് എന്ത് ചെയ്യണം? അതിനകത്തോട്ട് കയറ്റിവിടും. എന്നിട്ട് വിഷവാതകം അതിനകത്തോട്ടിടും. ഈ വാതകം കെട്ടി ശ്വസിക്കാൻ പറ്റാതെ ഇവരെല്ലാവരും കൂടി എന്ത് ചെയ്യുക? അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പിച്ചിയും മാന്തിയും അവർ ചില മിനിറ്റുകൾക്ക് ശേഷം അവർ മരിച്ചു വീഴുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവരെല്ലാം കൊണ്ടുപോയി പ്രത്യേക രീതികളിൽ എന്താ പറയുക, ഈ ചില ആളുകളെയൊക്കെ കത്തിക്കുക ചെയ്യുന്നത്. എന്നിട്ട് കത്തിച്ചിട്ട് എന്താ ചെയ്യണേ? പുകക്കുഴലിലൂടെ ഒരു വശത്ത് യഹൂദന്മാരെ പിടിച്ചുകൊണ്ട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഇന്ധനമാക്കി ഇവരെ കത്തിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ പുക ഇങ്ങനെ പൊങ്ങിക്കൊണ്ടേയിരിക്കുക. കത്തിക്കൊണ്ടിരിക്കുന്ന യഹൂദന്മാരുടെ അവരുടെ ഒരു അസ്ഥി പോലും കണ്ടെടുക്കാൻ പറ്റാത്ത വിധത്തിൽ അതിനെ മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഹോളോകോസ്റ്റിൻ്റെ ഈ കാര്യങ്ങൾ സംഭവിച്ചതിനെ കുറിച്ച് ഇസ്രായേലിൽ അതിന് പ്രത്യേകിച്ച് മ്യൂസിയമുണ്ട്, അതുപോലെ ജർമ്മനിയിലുമുണ്ട്. നമ്മൾക്ക് അങ്ങനെയുള്ള പോളണ്ടിൽ ഒക്കെ നമുക്ക് അതിന് പ്രത്യേകിച്ചുള്ള മ്യൂസിയംസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ അവിടെയൊക്കെ പോകുമ്പോൾ ആ മ്യൂസിയംസ് ഒക്കെ നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അവിടെയൊക്കെ ചെന്ന് നമ്മൾ കാണുമ്പോൾ കൊച്ചു കുട്ടികളുടെയൊക്കെ ഷൂസ് ഇങ്ങനെ, അതായത് അവർ പറയും എല്ലാ ഉടുപ്പും മാറ്റണം എന്ന് പറയും. കാരണം ഗ്യാസ് ചേംബറിൽ ഇങ്ങനെ ഷൂസും ഉടുപ്പൊന്നും കൂടി വരാൻ പറ്റില്ല. അപ്പം മുടിയെല്ലാം വടിച്ചു മാറ്റും, എല്ലാ ഷൂസും ഉടുപ്പും ഒക്കെ മാറ്റും. അപ്പോൾ ഈ പ്രത്യേക ഇവിടെയൊക്കെ പോയി ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ട് കൊച്ചു കുട്ടികളുടെ ഷൂസ് മാത്രം ഒരു വലിയ സ്ഥലം മൊത്തം, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലാസ് ഇട്ടേക്കുവാ. നമ്മൾ അതിൻ്റെ മേളിൽ കൂടെയാണ് നടക്കുന്നത്. നമുക്ക് ആ കുഞ്ഞു ഷൂസൊക്കെ കാണുമ്പോഴേ 2 വയസ്സ് 3 വയസ്സ് 5 വയസ്സുള്ള കുട്ടികളുടെയൊക്കെ ആ ഷൂസൊക്കെ അന്നത്തെ കാലത്ത്, കാരണം യഹൂദന്മാർ വലിയ പണക്കാരായിരുന്നു ആ കാലഘട്ടത്തിൽ, അവരെ അങ്ങ് പിടിച്ചുകൊണ്ട് പോവുക ഒരു കാര്യമില്ലാതെ. 60 ലക്ഷത്തോളം യഹൂദന്മാരെ മുടിച്ചു കളഞ്ഞു. ഓക്കെ, ഹാമാന് ശേഷം ഇസ്രായേൽ ജനം ഇന്നും ചിന്തിക്കുന്ന, അവരുടെ ഒരു ഹാമാനായി ചിന്തിക്കുന്ന ഒരാളാണ് അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സാത്താന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു പ്രതീകമായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് പഴയ നിയമത്തിൽ ഈ ഹാമാൻ എന്ന് പറയുന്നത്. എന്നാൽ ഹിറ്റ്ലറിന് ഫൈനലി എന്ത് സംഭവിച്ചു എന്നറിയാം? ഹാമാന് സംഭവിച്ചത് തന്നെയാണ് ഹിറ്റ്ലറിനും ഒടുവിലായിട്ട് സംഭവിച്ചത്. ഇനി അതിൻ്റെ 7-ാമത്തെ വചനത്തിലേക്ക് നമുക്ക് വരാം. അപ്പോൾ
അവിടെ ഒടുവിലായിട്ട് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അവരെല്ലാവരും കൂടി ഒരു മാസത്തിൻ്റെ ഒരു നറുക്കെടുപ്പ് നടത്തുകയാണ്. ഓരോ മാസത്തും ചെയ്യേണ്ട പ്രവർത്തനങ്ങളുടെ ഒരു നറുക്കെടുപ്പ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇനി 7-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്. അഹശ്വേരോശ് രാജാവിൻ്റെ 12-ാം ആണ്ടിൽ നിസാൻ മാസമായ 1-ാം മാസത്തിൽ അവർ ആദാർ. അപ്പോൾ 1-ാം മാസം, അവരുടെ 1-ാം മാസത്തിൻ്റെ പേര് നിസാൻ എന്നാണ്. ഓക്കെ, നമുക്ക് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എന്ന് പറഞ്ഞിട്ട് അതിന് ഇംഗ്ലീഷ് കലണ്ടർ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ നമുക്ക് ഒരു മലയാളം മാസം ഉണ്ട് അല്ലേ? ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം എന്ന് പറയുന്ന പോലെ ഒരു മലയാളം മാസം ഉള്ളതുപോലെ തന്നെ യഹൂദന്മാർക്കും അവരുടേതായ കലണ്ടറും അവരുടേതായ മാസവുമുണ്ട്. അതുകൊണ്ട് അവരുടെ മാസത്തിൻ്റെ ഫസ്റ്റ് മാസമാണ് എന്ത്? നിസാൻ മാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് തന്നെ പഴയ കാലഘട്ടത്തിലെ എന്താ പറയുക, പണ്ടത്തെ കാലഘട്ടത്തെ ചില നാമങ്ങൾക്ക് ഇന്നത്തെ കലണ്ടറിലെ നാമത്തിൽ യഹൂദന്മാരുടെ ആണെങ്കിലും ചെറിയൊരു വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ പോലും 12 മാസങ്ങൾ തന്നെ അവർക്കും പ്രത്യേകിച്ചുള്ളൊരു കലണ്ടറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ 1-ാം മാസമായ നിസാൻ മാസത്തിൽ അവർ ആദാർ എന്ന് 12-ാം മാസം വരെയുള്ള ഓരോ അപ്പോൾ അവസാന മാസമാണ് അദാർ എന്ന് പറയുന്ന ആ 12-ാം മാസം വരെയുള്ള ഓരോ ദിവസത്തെയും ഓരോ മാസത്തെയും കുറിച്ച് ഉള്ള വർക്കുകളുടെ ചീട്ട് അവരിടും. ഓക്കെ, അപ്പോൾ എല്ലാ വർക്കും പ്ലാൻ ചെയ്തു വെക്കുക. എന്നിട്ട് ചീട്ടിട്ടിട്ടാണ് ഈ മാസത്തെ മെയിൻ ടാർഗറ്റ് ഇതാണ്, ഈ മാസത്തിലെ 13-ാം തീയതിയിലെ മെയിൻ ടാർഗറ്റ് ഇതാണ് എന്നവർ തീരുമാനിക്കുന്ന ചീട്ടിട്ടിട്ടാണ്, അല്ലാതെ ഇങ്ങനെ വേറൊരു രീതിയിലല്ല. അതായിരുന്നു അന്നത്തെ അവരുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. എന്നാൽ അവിടെ നമ്മൾ കാണുന്നത് അങ്ങനെ ചീട്ടിട്ട് അവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് അവരിങ്ങനെ ചീട്ടിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു യഹൂദന്മാരുടെ മാസങ്ങൾ നിങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 12 മാസങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റും. 1-ാമത്തെ മാസമാണ് നിസാൻ, അടുത്ത് ഇയാർ, ദെൻ സീവൻ, ദെൻ ടമൂസ്, ദെൻ ആവ്, പിന്നെ എലൂൽ, തിഷ്രി, പിന്നെ ഹിഷ്വാൻ, ഹിസ്ലവ്, ടിവറ്റ്, ഷിവാറ്റ് ആൻഡ് അഡാർ. ഇതിനൊക്കെ നല്ല രസമുള്ള പാട്ടുകളൊക്കെ ഉണ്ട്. നിങ്ങളുടെ കുട്ടികളൊക്കെ ഒരുമിച്ച് ആ പാട്ടുകളൊക്കെ പാടുവാണെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇവർ ചീട്ടിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചീട്ടിട്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവസാന മാസമായിരിക്കുന്ന അദാർ എന്ന് പറയുന്ന ആ മാസത്തിൽ യഹൂദന്മാരെ മുടിച്ചു കളയുവാനുള്ള ആ എക്സിക്യൂഷൻ്റെ ആ കാര്യത്തിൻ്റെ നിയമം സ്ഥാപിക്കാനുള്ള മാസമായിട്ട് കിട്ടിയത് ഈ അദാർ മാസത്തിലാണ്. എന്ന് വെച്ചാൽ ഈ ചീട്ടിടുന്നത് നിസാനില 1-ാം മാസത്തിൽ, പക്ഷെ അതിൻ്റെ പ്ലാൻ നടപ്പാക്കാൻ വേണ്ടി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ചീട്ടിട്ടപ്പോൾ കിട്ടിയത് എന്താണ്? 12-ാം മാസത്തിൻ്റെ പേരാ. ഒരു സന്ദേശം അവിടെ ഉണ്ട്, ഭയങ്കര ഒരു സന്ദേശമുണ്ട്. കാരണം 12 മാസത്തിൻ്റെ ഒരു ഗ്യാപ്പ് അവിടെ കിട്ടിയിരിക്കുക. ചില സമയത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ഒരു സംഭവം നടക്കുന്നു, ആ മാസത്തിൽ തന്നെ നടപ്പാക്കാനുള്ള പദ്ധതികളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ചില ഗ്യാപ്പ് വരുന്നത് ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ നോക്കൂ, ആ ആദാർ എന്ന് പറയുന്ന മാസത്തിൽ അവരെ മുഴുവൻ മുടിച്ചു കളയാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം പൂരിയും പഠിപ്പിച്ചു, ഇപ്പോൾ യഹൂദന്മാർക്ക് ആദാർ എന്ന് പറയുന്ന മാസമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഓക്കെ, ഈ മാസത്തിലാണ് അവരുടെ പൂരിയും എന്ന് വെച്ചാൽ എസ്തർ ഹാമാനെ തൂക്കിക്കളഞ്ഞ് നശിപ്പിച്ച് കളഞ്ഞതിൻ്റെ സന്തോഷ പ്രതീകമായവർ ആഘോഷിക്കുന്നത് ആദാർ മാസത്തിലാണ്. ശത്രു എന്താണോ ഒരു മാസത്തിൽ ചെയ്യാൻ പദ്ധതിയിട്ട നെഗറ്റീവായ കാര്യം, മുടിച്ചു കളയാൻ ശ്രദ്ധിച്ച കാര്യം, അതേ മാസത്തിൽ തന്നെ ദൈവം തമ്പുരാൻ ശത്രുവിനെ തോൽപ്പിച്ച് അവിടെ ജയമെടുക്കുവാൻ വേണ്ടി ഒരു സ്ത്രീയെ കർത്താവ് എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. ഞാൻ ഇന്ന് നിങ്ങളെ നോക്കി പറയുകയാണ്, എവിടെയാണ് റിപ്പോർട്ടുകൾ നെഗറ്റീവായിരിക്കുന്നത്, എവിടെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഇടം, എവിടെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടിരിക്കുന്നത്, അവിടെ ദൈവത്തിൻ്റെ ഒരു ജയം കർത്താവ് നിങ്ങൾക്ക് നൽകാൻ പോകുകയാണ്. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയും? ആമേൻ, ആമേൻ, ഹല്ലേലൂയ. സോ വേഴ്സ് നമ്പർ 8 അവിടെ നമ്മൾ കാണുന്നതാണ് ഹാമാൻസ് ഫോൾസ് അക്യൂസേഷൻ. ഹാമാൻ്റെ എന്താ പറയുക, തെറ്റായ ആരോപണങ്ങൾ.
ഇവിടെ വന്നിട്ട് ഹാമാൻ വന്നിട്ട് രാജാവിനോട് പറയുകയാണ്, ദാ നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേക തരം പീപ്പിളുണ്ട്, ജനങ്ങളുണ്ട്. ഓക്കെ, നിന്റെ ഈ എല്ലാ സംസ്ഥാനങ്ങളും ഈ ജനം ഇങ്ങനെ ചെതറിക്കിടപ്പുന്നുണ്ട്. ഇവരുടെ ഒരു പ്രത്യേകത, നമ്മുടെ കസ്റ്റംസ്, നമ്മുടെ സംസ്കാരം, നമ്മുടേതായ രീതികൾ അവരൊന്നും അംഗീകരിക്കത്തില്ല. അവരവരുടേതായ കുറേ നിയമങ്ങളും നൂലാമാലകളുടെ ഒക്കെ പുറകിലാണ്. ഓക്കെ, സോ ഇത് എന്താണ്, ഇങ്ങനൊരു ആളുകളെ ഇനി വെച്ചുകൊണ്ടിരിക്കുന്നത് രാജാവിന് നല്ലതല്ല. ഭയങ്കര ഉപദേശമായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഉപദേശം, ഒരു ഫോൾസ് അക്യൂസേഷൻ എന്ത് ചെയ്യാണ് ഈ ഹാമാൻ ഇവർക്കെതിരെ, യഹൂദ ജനത്തിനെതിരെ പറയുകയാണ്. സത്യത്തിൽ അടിവേരിൽ എന്താ കിടക്കുന്നത്? മൊർദെഖായിയോടുള്ള ദേഷ്യം. പക്ഷെ പുറത്തിപ്പോൾ കൊണ്ടുവരുന്ന എന്താ? മൊത്തത്തിൽ ഒരു കുലത്തെ മുഴുവൻ, ഒരു വംശത്തെ മുഴുവൻ ഇല്ലാതെയാക്കുവാനുള്ള ഒരു പദ്ധതിയാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ഏദൻ തോട്ടത്തിലും ഇത് തന്നെയാണ്. സത്യത്തിൽ അവിടെ എന്താ പറയുക, ആദാമും ഹവ്വയും പരാജയപ്പെട്ടത് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ ആദാമും ഹവ്വയും പരാജയപ്പെട്ടിടത്ത് മനുഷ്യകുലം മുഴുവനാണ് പരാജയപ്പെട്ടത്. പിന്നെ ആ പരാജയം തീർക്കാൻ മനുഷ്യനായി ദൈവത്തിന് അവതരിക്കേണ്ടതായിട്ട് വന്നു. ഓക്കെ, സോ ഇവിടെ പദ്ധതി ഒരു വ്യക്തിയാ ചെയ്തത്, പക്ഷേ അയാളാണ് വണങ്ങാതിരിക്കുന്നത്. പക്ഷെ ദേഷ്യം മുഴുവൻ ഒരു വലിയ കുലത്തിനോട് ആവർത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? രാജാവിനെ അദ്ദേഹം എന്താ പറയാ, വളച്ച് തിരിച്ച് യഹൂദന്മാർക്കെതിരെയുള്ള ഒരു വൈരം അല്ലെങ്കിൽ ഒരു ദേഷ്യം അതിനകത്തേക്ക് രാജാവിനെ ഇദ്ദേഹം കൊണ്ടുവന്ന് ആക്കി വെച്ചിരിക്കുകയാണ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവമക്കൾക്കെതിരെ അധികാരസ്ഥരെ മാറ്റുവാൻ പിശാച് എപ്പോഴും ശ്രമിക്കും. അതേത് രാജ്യം എടുത്തു നോക്കിയാലും, ഏത് സംസ്ഥാനം എടുത്തു നോക്കിയാലും, അത് നിങ്ങളുടെ ഓഫീസാണെങ്കിലും ശരി, ദൈവമക്കൾക്കെതിരെ ആദ്യം തിരിക്കാൻ വേണ്ടി സാത്താൻ ഉപയോഗിക്കുന്നത് അവിടുത്തെ ഏറ്റവും വലിയ അധികാരസ്ഥരെ ഉപയോഗിക്കും. അവിടുത്തെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസീവായിട്ടുള്ള ആളുകളെ ഉപയോഗിക്കും. പക്ഷെ ദൈവം അതിന് ചെയ്യുന്ന ഒരു കാര്യം എന്തെന്നറിയാമോ? ആ രാജാക്കന്മാർ കഴിഞ്ഞാലുള്ള 2ാം സ്ഥാനത്തേക്ക് ദൈവം തമ്പുരാൻ പല ആളുകളെയും അവിടെ കയറ്റി അങ്ങ് നിർത്തും. ഹല്ലേലൂയ. ഇന്ന് ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരൊക്കെയോ ഒരുപക്ഷെ നിങ്ങളുടെ വർക്ക് പ്ലേസിലോ മറ്റെവിടെയെങ്കിലുമൊക്കെയോ ഇത്തരത്തിൽ നിങ്ങൾക്കെതിരെ പ്ലോട്ടുകൾ ചെയ്ത്, നിങ്ങൾക്കെതിരെ എന്താ പറയുക, പദ്ധതികൾ മെനഞ്ഞ് നിങ്ങളെ നശിപ്പിക്കുവാനുള്ള പ്ലാനുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളെ ഉയർന്ന തലത്തിലേക്ക് കൊണ്ടെത്തിച്ച് ദൈവം അവരുടെ നടുവിൽ നിങ്ങളെ മാനിക്കാനായിട്ട് പോകുകയാണ്. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയും? ഹല്ലേലൂയ. 3:9 വചനത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ ഹാമാന്റെ ബ്രൈബാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹാമാൻ ഒരു കൈക്കൂലി പറയുകയാണ്. അപ്പൊ ഇതൊക്കെ ഞാൻ പറയുന്ന ഹാമാന്റെ ഡിസ്ട്രക്ഷൻ പ്ലാനുകളാണ്, ശത്രുവിനോടുള്ള പ്ലാനുകളാണ്. ഒന്നാമത് എന്താണ്? ഒരു കുലത്തിനോട് മൊത്തത്തിൽ ശത്രുത്വം വരികയാണ്. രണ്ടാമതായിട്ട് എന്ത് ചെയ്യാണ്? അവരെ കൊല്ലാൻ വേണ്ടി ലോട്ട് ഒരു ചീട്ടിടുന്ന പരിപാടി പുള്ളിക്കാരൻ ഒപ്പിച്ചു. പക്ഷെ അവിടെയും ദൈവം തമ്പുരാൻ അനുകൂലമായി ഏറ്റവും ഒടുവിലത്തെ മാസമേ കൊടുത്തുള്ളൂ. എന്നാൽ പിന്നീട് എന്ത് ചെയ്യാണ്? രാജാവിൻ്റെ അടുക്ക പോയിട്ട് ഒരു ഫോൾസ് അക്യൂസേഷൻ പറയുകയാണ്. അടുത്തത് അതിലും തീർന്നില്ല, പിന്നെ ഇപ്പൊ രാജാവിന് പുള്ളിക്കാരൻ കൈക്കൂലി കൊടുക്കുക. ഒന്ന് നോക്കിക്കേ. ഓക്കെ, എത്രയാണ് അവിടെ കൈക്കൂലി പറഞ്ഞിട്ടുള്ളത്? 10,000 talents ഓഫ് സിൽവർ. ഇന്നത്തെ കണക്കിൽ നമ്മൾ നോക്കിയാൽ മില്യൺസ് ഓഫ് മില്യൺസ് രൂപ എന്ത് ചെയ്യുക, ഞാൻ കൈക്കൂലി തരാം എന്ന് പറയുകയാണ്. ഓക്കെ, അപ്പോൾ എത്രത്തോളം രീതിയിലോട്ട് താഴോട്ടാണ് ഈ രീതികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. പലപ്പോഴും ദൈവസഭയ്ക്കെതിരെയും ദൈവമക്കൾക്കെതിരെയും ഇത്തരത്തിലുള്ള പ്ലോട്ട്സ് ആണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്താ പറയുക ഗൂഢാലോചനകളാണ് പലപ്പോഴും നടക്കുന്നത്. പ്രാർത്ഥിക്കുന്ന ഇന്റർസെസേഴ്സ് ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലാകും. ഹല്ലേലൂയ. സോ ഇവിടെ എന്താ പറയാ, ഹാമാൻ എന്താ പറയാ ഒരു ഡിസെപ്ഷൻ അവിടെ നടത്തുകയാണ്, ബ്രേവറി അവിടെ നടത്തുകയാണ്, ടു അക്കംപ്ലിഷ് ഈവിൾ തിങ്സ്. ഹല്ലേലൂയ. എന്നാൽ ഞാൻ പറയട്ടെ, ദൈവം തമ്പുരാൻ അവിടെ എന്താണ് ഓൾറെഡി അതിനുള്ളൊരു പരിഹാരം ഇപ്പുറത്തൂടെ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് ആരോടൊക്കെയോ ഇത് സംസാരിക്കുന്നുണ്ട്. വേഗത്തിൽ പോകുക. എസ്തേറിന്റെ പുസ്തകം തന്നെ ഇനി 10 മുതൽ 11 വരെയുള്ള 3-ാം അധ്യായത്തിന്റെ 10 മുതൽ 11 വരെയുള്ള വചനത്തിലേക്ക് വരുമ്പോൾ യഹൂദ ജനത്തിനെതിരെയുള്ള ഹാമാന്റെ ആ ഡിസ്ട്രക്ഷൻ, നശീകരണ പ്രവൃത്തികളിൽ അടുത്ത കാര്യം ദ കിങ്സ് അപ്രൂവൽ. രാജാവിൻ്റെ അപ്രൂവൽ കിട്ടുക, രാജാവിൻ്റെ അനുമതി അവിടെ കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ രാജാവിൻ്റെ അടുക്ക് പോയിട്ട് ഇത്രയും രൂപയൊക്കെ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം രാജാവ് വേഗം പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നീ അങ്ങനെ തന്നെ എടുത്തോ, ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞിട്ട് രാജാവ് എന്ത് ചെയ്യാണ്,
ഇതിൻ്റെ ആ വചനം നമുക്കൊന്ന് കാണാം. 10-11 വചനങ്ങൾ. യെസ്, അപ്പോൾ രാജാവ് തൻ്റെ മോതിരം കയ്യിൽ നിന്നൂരി ആഗാഗ്യനായ ഹമേദാദിന്റെ മകനായ യഹൂദന്മാരുടെ ശത്രുവായ ഹാമാന് കൊടുത്തു. എന്നിട്ട് ഹാമാനോട്, ഞാൻ ആ വെള്ളിയും ആ ജാതിയും നിനക്ക് ദാനം ചെയ്യുന്നു, ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക. അതായത് നീ തരാൻ ഉദ്ദേശിക്കുന്ന പൈസയും എനിക്ക് വേണ്ട, പിന്നെ എന്താ, നീ പറയുന്ന ആ ജാതിയെ നീ അങ്ങോട്ട് മുടിച്ചോ, എല്ലാ സ്വാതന്ത്ര്യവും ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. രാജാവിൻ്റെ അനുമതി. ഞാൻ പറഞ്ഞില്ലേ, ഇച്ചിരി എളുപ്പത്തിൽ തീരുമാനം എടുക്കുന്ന രാജാവായിരുന്നു അദ്ദേഹം. ഓക്കെ, സോ കിങ്ങിൻ്റെ അപ്രൂവലും അവിടെ കിട്ടിക്കഴിഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ എല്ലായ്പ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ രാജസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ, അധികാര സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു വചനം പറയുന്നത്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വചനം. ടു ആൻസർ ബിഫോർ ലിസണിങ്, ദാറ്റ് ഈസ് ഫോളി ആൻഡ് ഷെയിം. കേൾക്കുന്നതിന് മുന്നമേ ഉത്തരം പറയുന്നത് നാണക്കേടാണ്. ഒരു കാര്യത്തിൻ്റെ വിശദീകരണം കേട്ടിട്ട് മാത്രമേ അതിൻ്റെ ഉത്തരം പറയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് ഏറ്റവും നാണക്കേടായിട്ടുള്ളൊരു കാര്യമാണ്. ഹല്ലേലൂയ. സോ എനിമി മേ ഹാവ് പ്ലാൻസ്, ബട്ട് ഗോഡ്സ് പ്ലാൻ ഓൾവേസ് പ്രിവെയിൽസ്. ശത്രുവിന് പല പദ്ധതികളും ഉണ്ടായിരിക്കാം, പക്ഷേ ദൈവത്തിൻ്റെ പ്ലാൻ മാത്രമേ നടപ്പിൽ വരുള്ളൂ മോളെ. ഞാൻ അങ്ങനെ വിളിച്ച് പറഞ്ഞത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കോ വേണ്ടിയിട്ടുള്ളൊരു ദൂതാണ്. ശത്രുവിന് പല പദ്ധതി അപ്പുറത്ത് നിന്ന് മെനയുന്നുണ്ടാവാം, പക്ഷെ നീ ആ വീട്ടിലുള്ളത് കൊണ്ട്, നീ ആ സ്ഥലത്തുള്ളത് കൊണ്ട്, നീ ആ രാജ്യത്തുള്ളത് കൊണ്ട്, നീ ആ ഓഫീസിലുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി മാത്രമേ അവിടെ നടപ്പിൽ വരികയുള്ളൂ. എത്ര പേർ ചേർന്ന് ആമേൻ പറഞ്ഞാലും. അതാണ് യെശയ്യാവിൻ്റെ പുസ്തകം 54-ാം അധ്യായം 17-ാമത്തെ വചനം. ഐസിയ ചാപ്റ്റർ 54 വേഴ്സ് നമ്പർ 7 it says, no weapon formed against you will prevail, but you will refute every tongue that accuses you. നിനക്കെതിരെയുള്ള ഒരു ആയുധവും ഫലിക്കയില്ല, പകരം ആ എല്ലാം നാവിനെ യു വിൽ റെഫ്യൂട്ട്, നീ എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. ഹല്ലേലൂയ. അതാണ് കർത്താവിൻ്റെ പ്രവൃത്തി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ലോ നടപ്പാക്കി കഴിഞ്ഞു. എന്ത് ലോയാണ്? എല്ലാത്തിനെയും എന്ത് ചെയ്യാണ്? എക്സ്റ്റെർമിനേഷനിലേക്ക് വരാനുള്ള ലോ അവിടെ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുക. അതിന് സാങ്ഷനായി, ഒഫീഷ്യലി അത് സാങ്ഷനായി. എത്ര ഭയത്തിലായിരിക്കും അല്ലേ യഹൂദന്മാർ അന്നേരം ആയിരിക്കുന്നത്. സോ നമ്പർ 3, മൂന്നാമത്തെ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം വേഗം ഞാൻ പറയുകയാണ്. നമ്മുടെ സമയം ഓൾറെഡി കഴിഞ്ഞു എന്ന് എനിക്കറിയാം, വേഗം പറയുക. സോ ദ ഡിഗ്രി ഓഫ് ഡെത്ത് ആൻഡ് കൺഫ്യൂഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മരണത്തിൻ്റെയും അതുപോലെ ആശയക്കുഴപ്പത്തിൻ്റെയും കൽപ്പന 12 മുതൽ 15 വരെയുള്ള വചനങ്ങളിലാണ് കാണുന്നത്. അതിൻ്റെ 12 മുതൽ 13 വരെയുള്ള വചനങ്ങളിലേക്ക് വരുമ്പോൾ ദ ഡിക്രി ടു കിൽ ദ ജ്യൂസ്, യഹൂദന്മാരെ നശിപ്പിക്കാൻ, കൊല്ലുവാനുള്ള കൽപ്പന. അതാണ് അതിൻ്റെ 12 മുതൽ 13 വരെയുള്ള വചനങ്ങളിലേക്ക് വരുമ്പോൾ ആ ഒരു കൽപ്പന സ്പ്രെഡ് ചെയ്ത് 127 സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും ആ കൽപ്പന സ്പ്രെഡ് ചെയ്തു. എന്താ പറയുക, അതിൻ്റെ ലാംഗ്വേജ് ഈസ് ബ്രൂട്ടലി ക്ലിയർ എന്ന് വേണമെങ്കിൽ പറയാം. അത് വളരെ ക്ലിയർ ആയിരുന്നു. കാരണം അതത് ഭാഷയിൽ, അതത് രാജ്യക്കാരുടെ ഭാഷയിൽ, അതത് രീതിയിൽ എല്ലായിടത്തും ഇട്ടു. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് എക്സ്റ്റെർമിനേഷനാണ്, കംപ്ലീറ്റ് മുടിച്ചു കളയുക എന്നുള്ളതാണ്. അതിനകത്ത് ഒരു ലെവലേഷൻ പോലും, ഒരു ലൂപ്പ് ഹോൾ കൊടുക്കാത്ത വിധത്തിൽ അതുപോലെ ഓരോ ആളുകളുടെ ഭാഷ വരെയിലും അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വിട്ടു കഴിഞ്ഞു. സാത്താൻ്റെ ഗോൾ ഇപ്പോഴും അങ്ങനെയാണ്, മൊത്തം മുടിച്ചു കളയുക. അതുകൊണ്ടാണല്ലോ നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കള്ളൻ വരുന്നത് അറുക്കുവാനും മുടിക്കുവാനും അല്ലേ, തുരന്നു മോഷ്ടിപ്പാനും കംപ്ലീറ്റ്ലി ഇല്ലാതെയാക്കാനാണെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ഹാമാനും സാത്താനും തമ്മിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, അവർ തമ്മിൽ നല്ല ബന്ധമുണ്ട്, അവരതിൻ്റെ പ്രതീകമാണെന്ന് പറഞ്ഞു. ഹാമാൻ വോണ്ട്സ് ടു ഡെസ്ട്രോയ് ദ ജ്യൂസ്. ഹാമാൻ യഹൂദന്മാരെ നശിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചു. എന്നാൽ സൈറ്റാൻ സീക്സ് ടു ഡെസ്ട്രോയ് ഗോഡ്സ് പീപ്പിൾ. എന്നാൽ സാത്താൻ നോക്കുന്നത് ദൈവജനത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. യോഹന്നാൻ 10:10 എഴുതി വെക്കുക. അറുക്കുവാനും മുടിക്കുവാനും കൊല്ലുവാനുമാണ് സാത്താൻ വരുന്നത്. നമ്പർ 2, ഹാമാൻ യൂസ്ഡ് ലൈസ് ആൻഡ് ഡിസെപ്ഷൻ. ഹാമാൻ അവിടെ എന്താണ്, നുണയും വഞ്ചനയും ഉപയോഗിച്ചു. ലൈസ് ആൻഡ് ഡിസെപ്ഷൻ. സൈറ്റൻ ഈസ് ദ ഫാദർ ഓഫ് ലൈസ്. എന്നാൽ സാത്താൻ്റെ കാര്യത്തിൽ പറയുന്ന, ബൈബിൾ പറയുന്ന യോഹന്നാൻ 8:44 അവൻ എന്താണ്, നുണയുടെ അപ്പനാകുന്നു.
കള്ളത്തിൻ്റെ അപ്പനാണവൻ. ഓക്കെ, നുണയനും നുണയൻ്റെ അപ്പനുമാണ് സാത്താൻ. ഇനി 3, ഹാമാൻ വാസ് ഹ്യൂമിലിയേറ്റഡ് ആൻഡ് ഡിഫീറ്റഡ്. ഫൈനലി ഹാമാൻ വാസ് ഹ്യൂമിലിയേറ്റഡ് ആൻഡ് ഡിഫീറ്റഡ്. എന്നാൽ ഒടുവിൽ ഹാമാൻ്റെ ചരിത്രം നോക്കുമ്പോൾ അയാൾ എന്താ പറയുക, താഴ്ത്തപ്പെട്ടു. അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി അദ്ദേഹം പരാജയപ്പെട്ടു, അദ്ദേഹം ഇല്ലാതെയായി. സൈറ്റൻ വിൽ ബി അൾട്ടിമേറ്റ്ലി ഡെസ്ട്രോയ്ഡ്. ഇതുപോലെ തന്നെയാണ് സാത്താൻ്റെ കാര്യം. അന്ത്യമായിട്ട് അവസാനമായിട്ട് അവനും ഇല്ലാതെയാകും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 10-ാമത്തെ വചനം. ഓക്കെ, സോ ഇവിടെ കംപ്ലീറ്റ്ലി മൊത്തം യഹൂദന്മാരെ കൊന്നുകളയാനുള്ള ഒരു പദ്ധതി ആരിലൂടെ? ഹാമാനിലൂടെ 127 സംസ്ഥാനങ്ങളിലേക്ക് വരികയാണ്. എന്നാൽ എസ്തർ 3-ാം അധ്യായം അതിൻ്റെ 14-15 വചനങ്ങൾ എൻഡ് ചെയ്യുമ്പോൾ ലാസ്റ്റ് വേഴ്സ് ആണ്. അത് വരുമ്പോൾ കൺഫ്യൂഷൻ ഇൻ ദ കിങ്ഡം. ഓക്കെ, എന്നാൽ ഈ നിയമങ്ങൾ എല്ലായിടത്തും, എല്ലാ നാഷണാലിറ്റിയിലും എല്ലായിടത്തും ഇത് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ബട്ട് ശൂഷൻ രാജധാനിക്കകത്ത് ജനങ്ങൾ കലങ്ങിപ്പോയി. they were distorted. കലങ്ങിപ്പോയി എന്നാണ് അവിടെ കാണുന്നത്. എന്നുവെച്ചാൽ കൺഫ്യൂഷനായിപ്പോയി ആളുകൾക്ക്. അപ്പോൾ ഈ നിയമം കൊണ്ട് എന്താണ്, ഒരു വലിയ കൺഫ്യൂഷൻ അവിടെ വന്നിരിക്കുകയാണ്. മീൻവൈൽ അവിടെ നമ്മൾ ലാസ്റ്റ് കാണുന്നുണ്ട്, ദ കിങ് ആൻഡ് ഹാമൻ സാറ്റ് ഡൗൺ ടു ഡ്രിങ്ക് ബട്ട് ദ സിറ്റി ഓഫ് സൂസ വാസ് ബിവിൽഡേഡ്. അവിടെ ഹാമാനും രാജാവും കൂടി ഇരുന്നു അടിക്കുക. പക്ഷെ ശൂഷൻ രാജധാനി മൊത്തം അവിടെ കലങ്ങിപ്പോയി എന്ന് പറയുകയാണ്. ഇവിടെ നമ്മൾ കാണുന്ന അവിടെ ഒരു വലിയ ഭയം ആ സ്ഥലത്ത് ഉടലെടുത്തിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ആ ഭയത്തിൻ്റെ സ്ഥലത്ത് ദൈവത്തിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ട്. സോ കീ ലെസൺസ് ഫ്രം എസ്തർ ചാപ്റ്റർ 3 എഴുതിയെടുക്കുന്നവർ വേഗത്തിൽ എഴുതുക. നമ്പർ 1, പ്രൈഡ് ലീഡ്സ് ടു ഡിസ്ട്രക്ഷൻ. പ്രൈഡ് ലീഡ്സ് ടു ഡിസ്ട്രക്ഷൻ. അഹങ്കാരം നാശത്തെ കൊണ്ടുവരും. ഹാമാൻ്റെ ജീവിതത്തിലെ ആ അഹങ്കാരം, അരഗൻസ്, ദേഷ്യം അവനെ നാശത്തിലേക്ക് കൊണ്ടുപോയി. നമ്പർ 2, ഗോഡ്സ് പീപ്പിൾ വിൽ ഫേസ് ഓപ്പോസിഷൻ. ദൈവജനം എതിർപ്പിനെ അഭിമുഖീകരിക്കേണ്ടി വരും. ദൈവജനം എതിർപ്പിനെ അഭിമുഖീകരിക്കേണ്ടി വരും. മൊർദെഖായിയെ വെറുത്തതുപോലെ ഈ ലോകം നിങ്ങളെ വെറുക്കും. ഈ ലോകക്കാർ നിങ്ങളെ വെറുക്കും. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 18-19 പറയുന്നു, നിങ്ങൾ ലോകക്കാരല്ലായികയാൽ ഈ ലോകം നിങ്ങളെ വെറുത്തിരിക്കുന്നു. അങ്ങനെയാണ് പറയുന്നത്. നിങ്ങളെ വെറുക്കും. നിങ്ങൾ മൊത്തം കുടുംബം പ്രാർത്ഥനയ്ക്ക് പോകുന്നതാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെയും വെറുക്കും. പക്ഷെ ഭയപ്പെട്ടു പോകരുത്. ഗോഡ്സ് പീപ്പിൾ വിൽ ഓൾവേസ് ഫേസ് വാട്ട്? ഓപ്പോസിഷൻ. നമ്പർ 3, ഗോഡ് ഈസ് ഓൾവേസ് ഇൻ കൺട്രോൾ. പക്ഷെ ദൈവം എല്ലായ്പ്പോഴും ഉണ്ട്. ഈ പ്രശ്നത്തിൻ്റെ നടുവിൽ അവനെന്ത് പദ്ധതിയിട്ടാലും എന്ത് കാര്യങ്ങൾ ചെയ്താലും അതെല്ലാം ദൈവം നന്മയ്ക്കാക്കി കൂടി വ്യാപരിപ്പിക്കും. റോമർ 8:28. ഓക്കെ, അടുത്ത കാര്യമാണ് ഗോഡ് റൈസസ് പീപ്പിൾ ഫോർ ഹിസ് പേർപ്പസ്. ദൈവം തൻ്റെ പദ്ധതിക്ക് വേണ്ടി ആളുകളെ എഴുന്നേൽപ്പിക്കും. അതാണ് നമ്മൾ പിന്നീടുള്ള ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഈ ഒരു ഹാമാനെ തകർക്കാനായിട്ട് ദൈവം ചില പുതിയ പദ്ധതികളെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ഇന്ന് ഈ ക്ലാസ്സിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ച ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരുമിച്ച് നമ്മുടെ 2 കൈകളും നെഞ്ചോട് ചേർത്ത് വെച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ്. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു ഭാഗത്തു നിന്ന് ശത്രു എഴുന്നേൽക്കുമ്പോൾ മറുഭാഗത്തെ കർത്താവേ, അവൻ എഴുന്നേൽക്കുന്നതിന് മുന്നമേ നീ പദ്ധതി ഇട്ടിട്ടുണ്ടല്ലോ. ഒരാളെ രാജസ്ഥാനത്ത് കയറ്റിയിട്ടുണ്ടല്ലോ. ഞങ്ങൾ പലപ്പോഴും അത് പരിഹാരമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയാൻ വൈകിപ്പോകാറുണ്ട്. കർത്താവേ, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആ പരിഹാരം ഞങ്ങളൊന്ന് തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വർഷങ്ങളായി കിടന്ന ആഗാഗിനെ നശിപ്പിക്കാൻ പറ്റാതിരുന്നതിനെ നശിപ്പിക്കുവാൻ, വേരോടെ ഇല്ലാതെയാക്കുവാൻ കർത്താവ് ഒരു സ്ത്രീയെ അങ്ങ് എഴുന്നേൽപ്പിച്ചെങ്കിൽ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു, വർഷങ്ങളായി കിടക്കുന്ന ശത്രുവിൻ്റെ ചില അടിസ്ഥാനങ്ങൾ, ദേശത്തുള്ളത് രാജ്യത്തുള്ളത്, അതിനെ തകർത്ത് കളയുവാൻ, അശേരാ പ്രതിഷ്ഠകളെയും
ബാലിൻ്റെ വിഗ്രഹങ്ങളെയും തകർത്ത് കളയുന്ന കർത്താവെ, ആ ഏലിയാവിൻ്റെ ആത്മാവ് ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും അത് വന്ന് ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഓ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അതോടൊപ്പം കർത്താവിൽ ഞാൻ കാണുകയാണ് ചില പാരമ്പര്യമായ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാവുകയാണ്. തലമുറകളായി കിടക്കുന്ന ചില ശാപങ്ങൾ ഇപ്പോൾ മാറിപ്പോവുകയാണ്. താങ്ക് യു ലോർഡ്. നീ എസ്തർ ആണെങ്കിൽ നീ ഈ ആഗാഗിനെ തോൽപ്പിച്ചിരിക്കും. ജീസസ് ലോർഡ്. ഇതുവരെ ഉണ്ടായിരുന്ന ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ അനേക തലമുറകളായി കിടക്കുന്ന ചില ഭാരങ്ങൾ, മുറുകെ പറ്റുന്ന ചില പാപങ്ങൾ പരിശുദ്ധാത്മാവ് ഇപ്പോൾ എൻ്റെ ഭവനത്തിൽ നിന്ന് അതിനെ ഓടിച്ചു വിടുകയാണ്. ജീസസ് ലോർഡ്. മദ്യപാനത്തിൻ്റെ ആത്മാവിനെ കർത്താവ് ഇപ്പോൾ പുറത്താക്കുകയാണ്. അതോടൊപ്പം വലിയ ദേഷ്യത്തിൻ്റെ മഹാകോപത്തിൻ്റെ ആത്മാവിനെ ആ കുടുംബങ്ങളിൽ നിന്ന് പുറത്താക്കുന്ന ഞാൻ കാണുകയാണ് ഇപ്പോൾ. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. ഓ റബ റബ ശിഖറബ ബബ ബബ അർദ്ധനലഗതന ഹതരബൗ ശിഖാരഗതന ഗതരബൗ ശിബ ബബ റീശതേരി ബറബ ശിഖ ബബ ബബ. കർത്താവേ, ഇതിനകത്ത് അധികാര സ്ഥാനത്ത് നിൽക്കുന്ന പലരും ഉണ്ടല്ലോ കർത്താവേ. നീ അവരോട് സംസാരിച്ചിട്ടുണ്ടല്ലോ കർത്താവേ. ഈ ദിവസങ്ങളിൽ അധികാര സ്ഥാനത്ത് നീ അവരെ ആക്കി വെച്ചെങ്കിൽ ആ ഒരു ഇൻഫ്ലുവൻസ് ശരിയായ തലത്തിൽ ഉപയോഗിക്കുവാൻ കർത്താവിൻ്റെ കൃപ അവർക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നപ്പാ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയെയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ ദയവായി കമൻറ്റ് ബോക്സിലിടുക. നിങ്ങളെ ഇത് ചലിപ്പിക്കുന്നുണ്ട്, സന്തോഷിപ്പിക്കുന്നുണ്ട്, ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. കുറച്ചും കൂടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. കർത്താവ് ധാരാളമായിട്ട് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു. ലവ് യു. ബൈ.